എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഷിയാനെയും അതേപോലെ തന്നെ സീവേനെയും കാണിച്ചുകൊണ്ട് അവിടെ ഇവർ രണ്ടുപേരും പരസ്പരം മുഖം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ സീവയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, അതായത് നീയും എൻ്റെ കൂടെ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ടോ എന്ന്. ഇത് കേൾക്കുന്ന ഷിയാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. എന്നാൽ പെട്ടെന്ന് തന്നെ ഷിയാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അവൾ ക്ലാസ്സിലിരുന്നിട്ട് പകൽക്കിനാവ് കാണുമായിരുന്നു. ഇത് കാണുന്നതും ഷിയാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോകും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം വൈകുന്നേരം ഇവർ രണ്ടുപേരോടും ഒരുമിച്ച് പഠിക്കാനിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നല്ലതുപോലെ ഇടിയും മഴയൊക്കെ പെയ്യും. അത് കേൾക്കുന്നേ ഷിയാൻ പേടിച്ചു പോകും. വേഗം തന്നെ നമ്മളുടെ സീവയാണെങ്കിൽ അവളുടെ ചെവിയിലായിട്ട് ഒരു ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കും. അതേ ഹെഡ്സെറ്റ് തന്നെ അവനും ചെവിയിൽ വെക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ലതുപോലൊരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സീവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജിയാൻചെങ്ങില്ലേ, അവനാണെങ്കിൽ സിക്കിയുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. അവന്റെ വീട്ടിലായിട്ട് ആ ജിയാൻചെങ്ങിന്റെ അച്ഛൻ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നേ. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. പെട്ടെന്ന് തന്നെ സിഒ ആണെങ്കിൽ അവന്റെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കും. അതായത് അവനാണെങ്കിൽ ആർമി പോകാൻ ആഗ്രഹിക്കുന്ന തന്നെ അച്ഛനെ പോലെ നല്ലൊരാളാവാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന അവന്റെ അച്ഛന്റെ ദേഷ്യമെല്ലാം അങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുന്നേ. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ പറയാനായിട്ട് തുടങ്ങും. അതായത് ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലാണ്, എനിക്ക് അവിടെ ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. ഉടനെ എന്നെ സിക്കി പറയാൻ തുടങ്ങും. അതിലൊന്നും വലിയ കാര്യമില്ല, എന്തായിരുന്നാലും നമുക്ക് അടുത്ത ആഴ്ച ജിയാൻചെങ്ങിനെ യാത്രയാക്കാൻ നിന്നേ പറ്റൂ. എന്താന്ന് വെച്ചാൽ അവനാണെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ആ ദിവസം അവിടെയാണെങ്കിൽ ജിയാൻചെങ്ങും അതേപോലെ തന്നെ കിക്കിയും കൂടി ഒരുമിച്ച് നടന്നു വരും. അവിടെയാണെങ്കിൽ ജിയാൻചെങ് പറയും, ഞാൻ നിന്നെ നല്ലതുപോലെ മിസ് ചെയ്യും, നീ എൻ്റെ ബൈക്ക് വെച്ചോ എന്ന്. ഇത് കേൾക്കുന്ന കിക്കി അതിന് സമ്മതിക്കും. രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിഒയും ജിയാൻചെങ്ങും കൂടെ ചേർന്നിട്ട് ഗെയിം കളിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ സിഒ ആണെങ്കിൽ പറയും, നീ ഷിയാന്റെ കൂടെ ഗെയിം കളിക്കണം, അവൾ സൂപ്പറായിട്ട് ഗെയിം കളിക്കുമെന്ന്. അങ്ങനെ ഷിയാങ്ങിന്റെ കൂടെ കളിക്കുന്നേ. അവളാണെങ്കിൽ നല്ല കിടിലമായിട്ട് ജിയാൻചെങ്ങിനെ തോപ്പിക്കും. ഇത് കാണുന്നേ അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും ചേർന്നിട്ട് ജിയാൻചെങ്ങിനെ യാത്രയാക്കുന്ന. ഇവിടെ എല്ലാവരും ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ക്ലാസ്സിൽ സാറ് വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങളെല്ലാം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നേ എന്ന്. അങ്ങനെ നമ്മളുടെ സീവ എടുത്ത് വയ്ക്കുമ്പോൾ അവൻ പറയും ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിലാണ് എന്ന്. അപ്പോൾ ആ സാറ് പറയും, എല്ലാവരും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാനൊന്ന് ടെൻഷനാവും. അവളാണെങ്കിൽ ശ്രദ്ധ എടുത്ത് പറയും, എനിക്ക് സിയുടെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്, അവൻ്റെ എക്സാം നല്ലതുപോലെ എഴുതുമല്ലോ അല്ലേ. പെട്ടെന്ന് തന്നെ ശ്രദ്ധ പറയും, നിനക്ക് അത്രയ്ക്ക് ടെൻഷനാണെങ്കിൽ നീ അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്ക്, നിന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ വന്നിരുന്ന സീവയ്ക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അവളാണെങ്കിൽ വലിയ കാര്യത്തിൽ അലാറമൊക്കെ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. എങ്കിൽ അവൾ നല്ലതുപോലെ ഉറങ്ങിപ്പോവും. അലാറം കേട്ട് എഴുന്നേക്കുന്ന അവൾക്ക് മനസ്സിലാവും അവൾ ലേറ്റായി എന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ ഒരുങ്ങി സീവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ എക്സാം സെന്ററിൽ എത്തും. അവളാണെങ്കിൽ അവനെ വിളിച്ചിട്ട് അവളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആ ഗിഫ്റ്റ് അവന് കൊടുക്കും. ഇത് കാണുന്ന അവന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീവയുടെ എക്സാം നടക്കുന്നതാണ്. പിന്നീട് ഇവർ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പഠിക്കും. അവിടെയാണെങ്കിൽ ഷിയാൻ വലുതായിട്ട് ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ നമ്മളുടെ സീവയെ ചോദിക്കും, അല്ല നിനക്ക് എന്താ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. ഉടനെ തന്നെ നമ്മുടെ ഷിയാൻ പറയും, എനിക്ക് ഹോക്കിൻസ് യൂണിവേഴ്സിറ്റി പോകണ്ട, എനിക്ക് വേറൊരു യൂണിവേഴ്സിറ്റി പോയാൽ മതി, അവിടെ ആകുമ്പോൾ ഇങ്ങനൊരു ചെറുക്കൻ എന്നെ ഇരുന്ന് പഠിപ്പിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് സിയോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, ഞാൻ വെറുതെ പറ്റിച്ചതാ എന്ന്. അങ്ങനെ രണ്ടുപേരുടെ അവിടെ നിന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇവർ കളിച്ചിരിച്ചൊക്കെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാൻ അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് കോൾ വരും. എന്നിട്ട് പറയും, മോളെ നീ വേഗം തന്നെ ഹോം ടൗണിലോട്ട് വരണം, ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുക എന്ന്. അങ്ങനെ നമ്മുടെ ഷിയാൻ അവളുടെ ഹോം ടൗണിലെത്തും. അവിടെ എത്തുമ്പോഴേ അറിയുന്നത് അവളുടെ ഗ്രാൻഡ് മേയുടെ ഡെത്ത് സംഭവിച്ചു എന്ന്. അവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു, പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീവയുടെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ ഇപ്പോഴും നല്ല അടി നടക്കുമായിരുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ അച്ഛനടുത്ത് പറയും, സ്പ്രിംഗ് സീസൺ ആയിട്ടും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലേ എന്ന്. അദ്ദേഹത്തിനാണെങ്കിൽ ഒരാവശ്യമായിട്ട് പുറത്ത് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് സംശയിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ സീവയുടെ അച്ഛനാണെങ്കിൽ പുറത്തു പോകാനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സീവ വേഗം തന്നെ പുറത്തോട്ട് വരും. അവൻ വരുമ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ നിൽക്കുവാണ്. അപ്പോൾ അവൻ ചോദിക്കും, അച്ഛൻ ഇതുവരെ പോയില്ലേ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, മോനെ നീ നിൻ്റെ അമ്മേനെയും നിന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചോണേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയാനെയാണ്. അവളാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഒരുങ്ങും. അച്ഛനിപ്പോൾ ഭയങ്കര വിഷമത്തിലല്ലേ. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, ഇപ്പോൾ നമുക്കൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ, അച്ഛൻ വിഷമിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ടിയോയാണെങ്കിൽ നമ്മളുടെ ഷിയാനെ വിളിക്കുന്നതാണ്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നിന്റെ സ്പ്രിംഗ് സീസണൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ സീവയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടിക്കൊടുക്കും. ഇത് കേൾക്കുന്നേ സീവയ്ക്ക് ഭയങ്കര സന്തോഷമാവും. കൂട്ടത്തിൽ തന്നെ അവളുടെ അടുത്താണെങ്കിൽ സീവയെ ചോദിക്കും, നിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ എന്ന്. അപ്പോൾ അവൾ പറയും, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആയി വരുന്നു എന്ന്. കൂട്ടത്തിൽ തന്നെ അവൾ തിരിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ ഓക്കെ അല്ലേ, നിനക്കിപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇത് കേൾക്കുന്നേ സീവയെ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. എന്താണെന്ന്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ഓക്കെ അല്ല എന്നുള്ള കാര്യം അവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അവൾ പറയും, ഞാൻ ഇത്രയും കാലം നിൻ്റെ ഡെസ്ക്മേറ്റ് ആയിരുന്നില്ലേ, നിൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നീ ഇപ്പോൾ നല്ല മൂഡിലല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രിംഗ് സീസണിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യും. അപ്പോഴാണെങ്കിൽ അവിടെയായിട്ട് ഫയർ വർക്കൊക്കെ സ്റ്റാർട്ടാവും. രണ്ടുപേരും ജനലിൻ്റെ അടുത്തിരുന്നിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ക്ലാസ്സിലായിട്ട് സാറ് വന്നിട്ട് ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ CV തന്നെയാണ് ആ എക്സാമിലും ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആവും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ CV ആണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് പറയും, ഷിയാൻ വേഗം തന്നെ നീ സീറ്റ് എക്സ്ചേഞ്ച് ആക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാന് ഭയങ്കര സന്തോഷം. ഉടനെ തന്നെ ശ്രദ്ധ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഇപ്പോൾ ഇവിടെ സീറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? അപ്പോൾ നമ്മളുടെ CV പറയും, ഞങ്ങൾ ആദ്യം തൊട്ടേ ഡെസ്ക്മേറ്റ് ആയിരുന്നില്ലേ, അവസാനം വരെയും അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുമാതിരിയായെന്ന്. ഇത് കേൾക്കുന്നേ ഷിയാന് ഭയങ്കര സന്തോഷം. ഷിയാൻ അങ്ങനെ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു കാര്യം അറിയണം, എങ്ങനെയെങ്കിലും എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കുണ്ടോ? ഉടനെ തന്നെ നമ്മളുടെ CV എന്നായി പറയും, അതിന് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ഷെഡ്യൂളുണ്ട് എന്ന്. അങ്ങനെ അവൻ അതെടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്ന ക്ലാസ്സിലായിട്ട് സാറ് വന്നിട്ട് എല്ലാവരുടെയും മാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സാർ ഇവിടെ നല്ലതുപോലെ നമ്മളുടെ ഷിയാനെ പൊക്കി പറയാൻ തുടങ്ങും. കാര്യം അവളുടെ മാർക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട്സിനും ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെ എക്സാം വരുന്നതാണ്. എല്ലാവരും നല്ലതുപോലെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യും. ഷിയാനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നേ ഭയങ്കരമായിട്ട് നെർവസ് ആവാൻ തുടങ്ങും. അവൾക്ക് എക്സാം നല്ലതുപോലെ എഴുതാനൊന്നും പറ്റത്തില്ല. നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാന് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അവൾ എക്സാം കഴിഞ്ഞ് വരുന്നതും കാത്ത്. CEO ആണെങ്കിൽ അവളെ കാണുന്നത് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. ഉടനെ തന്നെ CEO പറയും, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയാലോ എന്ന്. ഉടനെ തന്നെ ഷിയാൻ പറയും, ഇല്ല എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല, ഞാൻ ഷദ്ദിയുടെ കൂടെ ഇന്നൊരു ഗേൾസ് ഓൺലി ഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ഷിയാനാണെങ്കിൽ അവളുടെ കൂടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. രണ്ടുപേരും നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യും. അവിടെയാണെങ്കിൽ ഷിയാൻ പറയും, നിനക്കറിയാവോ ഞാൻ എൻ്റെ എക്സാം നല്ലതുപോലെ എഴുതിയില്ല, CEOയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, എന്നിട്ട് ഞാൻ അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞു, പേപ്പർ കണ്ടതും ഞാൻ എല്ലാം മറന്നുപോയി, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി എന്ന്. ഇത് കേൾക്കുന്നത് ഷദ്ദി പറയും, എടി എൻ്റെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഇരുന്ന് കരയാൻ തുടങ്ങും. ഉടനെ തന്നെ ഷദ്ദി പറയും, നീ ഒരു മന്ദബുദ്ധിയാ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന്. അപ്പോൾ ഷിയാൻ പറയും, എനിക്ക് CEOയുടെ കൂടെ നിൽക്കണോ എന്ന്. കൂട്ടത്തിൽ തന്നെ അവൾ നമ്മുടെ ഷദ്ദിനെയും വഴക്ക് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ സിക്കിനെ ഇഷ്ടമായിട്ട് അവൾ ഇതുവരെ അവളുടെ ഇഷ്ടമൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ രണ്ടെണ്ണം ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടെണ്ണം പുറത്തോട്ട് ഇറങ്ങി വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു വേസ്റ്റിൻ്റെ ക്യാനിനെ കെട്ടിപ്പിടിച്ചിട്ട് CEO ആണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടേക്ക് CEOയും വരും. അങ്ങനെ അവനാണെങ്കിൽ ഷിയാനെ വിളിച്ചോണ്ട് പോകും. അതേപോലെ തന്നെ സിക്കി വന്നിട്ട് നമ്മളുടെ ഷദ്ദിനെയും വിളിച്ചിട്ട് പോകും. അവിടെയാണെങ്കിൽ ഷിയാൻ ഭയങ്കര വേഗത്തിൽ നടക്കുമായിരുന്നു. അവളാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ കൂടെ നടക്കണ്ട, നീ ഭയങ്കര സ്പീഡിനാണ് നടക്കുന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ CEO വന്നിട്ട് പറയും, ഇപ്പോൾ നീയല്ലേ സ്പീഡിന് നടക്കുന്നത്. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. എനിക്കിനി നിൻ്റെ കൂടെ ആ കോളേജിൽ വരാൻ പറ്റത്തില്ല, ഞാനാണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റക്കായി പോവുമെന്ന്. എന്നാൽ നമ്മളുടെ CEO ആണെങ്കിൽ ഇവളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവളെ വേഗം തന്നെ അവൻ്റെ മുതുകത്തായിട്ട് എടുത്തിരിച്ചിട്ട് നടക്കാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമുക്ക് ഷദ്ദീനെയും അതേപോലെ സിക്കിനെയും കാണിക്കും. അവിടെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുവാണ്. അവിടെയാണെങ്കിൽ ഷദ്ദിയുടെ അവസ്ഥ കണ്ടിട്ട് സിക്കി അവൾക്ക് വെള്ളമൊക്കെ കൊടുക്കും. അപ്പോൾ ഷദ്ദിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഞാനില്ലാതെ ഇനി എങ്ങനെയാ ജീവിക്കാൻ പോകുന്നത്, നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ച് പിരിയുമല്ലേ എന്ന്. അപ്പോൾ സിക്കി പറയാൻ തുടങ്ങും, നമ്മളെങ്ങനെയാ പിരിയുന്നത്, നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് എന്നെ കാണുമല്ലോ എന്ന്. അപ്പോൾ ഷദ്ദി പറയും, ഞാനാണെങ്കിൽ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ. അപ്പോൾ സിക്കി ആണെങ്കിൽ ഷദ്ദി എടുത്ത് പറയും, അത് നമ്മൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചല്ലേ ഉള്ളത്, നീ എന്നെ എപ്പോഴും എടുത്തിട്ട് അടിക്കുന്നതോ. ഉടനെ എന്നെ ഷദ്ദി പറയാനായിട്ട് തുടങ്ങും, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായെന്ന്. അത് കേൾക്കുന്നതും സിക്കി ആണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ളതും തുറന്നു പറയും, ഞാൻ ഇത്രയും കാലം നിൻ്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആരെ സ്നേഹിക്കാനാ. ഇത് കേൾക്കുന്ന രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവും. അവിടെയാണെങ്കിൽ ഷദ്ദി പറയും, ഇനി മുതൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവാൻ പോകുന്നത്, എല്ലാ ദിവസവും നീ എന്നെ വിളിക്കണം, എൻ്റെ കോളൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല, മാസത്തിലൊരിക്കലെങ്കിലും നീ എന്നെ കാണാൻ വരണോ എന്ന്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിട്ട് കിസ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എക്സാമിൻ്റെ റിസൾട്ട്സ് ഒക്കെ വരുന്ന ആ ഒരു ദിവസമാണ്. നമ്മുടെ ഷിയാൻ പേടിച്ചതുപോലെ തന്നെ അവൾക്ക് ഇത്തവണ മാർക്ക് നല്ല കുറവാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവൾ നല്ല സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CEOയുടെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു കോൾ വരും. അതായത് അവൻ്റെ അച്ഛന് നല്ല സുഖമില്ല, അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഇവർ രണ്ടുപേരും വേഗം തന്നെ ഹോക്കിൻസിലോട്ട് മൂവ് ആവണമെന്ന്. ഇതാണെങ്കിൽ നമ്മളുടെ CEOയുടെ അമ്മ അവൻ്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്ന അവൻ നല്ല ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനെയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ അമ്മയെടുത്ത് പറയും, അതായത് അവൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാണ് എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവരാണെങ്കിൽ പറയും, മോളെ നീ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, നിനക്കിപ്പോൾ
തന്നെ ഓൾറെഡി നല്ല മാർക്കുണ്ടല്ലോ, നിനക്ക് ഈ മാർക്ക് വെച്ചിട്ട് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും എനിക്കതൊന്നും പറ്റത്തില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. ഷിയാന്റെ അമ്മയ്ക്കും ഇത് കേൾക്കുന്നതും ഭയങ്കര സങ്കടവും. അവരിൽ നിന്ന് കരയാനായിട്ട് തുടങ്ങും. ഷിയാനാണെങ്കിൽ സിയുവയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു സ്ഥലത്ത് വരാൻ പറയും. അങ്ങനെ അവൻ അവിടെ എത്തും. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ സിയുവ എടുത്ത് പറയും അവൾ റിപ്പീറ്റ് ചെയ്യുവാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ വെയിറ്റ് ചെയ്യണോ എന്ന്. അത് കേൾക്കുന്നേ നമ്മളുടെ സിയുവെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. പെട്ടെന്ന് തന്നെ സിയുവെ അവളുടെ അടുത്ത് പറയും ഞാൻ ഉടനെ തന്നെ ആ സ്ഥലത്തോട്ട് പോവുകയാണ്, എനിക്ക് അർജൻറ്റായിട്ട് അവിടെ എത്തിയേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാൻ പറയും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുമെന്ന്. യഥാർത്ഥത്തിൽ ഷിയാന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അവിടെ നിന്ന് വിഷമിക്കും. ഉടനെ തന്നെ നമ്മുടെ സിയുവെ അവളുടെ കയ്യിലായിട്ട് അവനുണ്ടാക്കിയ റോബോട്ടില്ലേ അതിനെ എടുത്തു കൊടുക്കും. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ സ്വന്തമായിട്ട് ഡയറിയിൽ എഴുതുന്നത് പോലെ മനസ്സിൽ വിചാരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ബായ് പറഞ്ഞ ദിവസമാണ്, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു മൊമെന്റ് മറക്കാൻ പോകുന്നില്ല, ഞാൻ അത്രയ്ക്കും എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഞാൻ അവളുടെ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് പറയും മോളെ ഞാനൊരു പുതിയ സാറിൻ്റെ ക്ലാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ അവിടെ പോയി ജോയിൻ ചെയ്യണം, അത് നിന്നെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഇത് കേൾക്കുന്നതും ഷിയാൻ അത് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവൾ ക്ലാസ്സിൽ വന്നിരിക്കാൻ നേരത്ത് അവിടുത്തെ സാറ് വന്ന് ഇവളെടുത്ത് പറയും ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെങ്കിൽ നീ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ, നീ ഇതിൽ നിന്നും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയുവയാണെങ്കിൽ അവൻ്റെയും കോളേജിലായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ സാറ് നമ്മളുടെ സിയുവിനെ തിരിച്ചറിയും. അയാൾ പറയും നിന്റെ അച്ഛനും ഞാനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ സിയുവാണെങ്കിൽ അവിടെ എന്താ നടന്നതെന്നും അറിയും. യഥാർത്ഥത്തിൽ അവൻ്റെ അച്ഛൻ ഇപ്പോൾ ജോലി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. ആ സമയത്താണെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ ഒരു ലെറ്റർ വരും. എന്നാൽ അയാളാണെങ്കിൽ അതങ്ങ് ഒളിപ്പിച്ചു വയ്ക്കും. ഇത് കാണുന്നതും സിയുവ വേഗം തന്നെ അവൻ്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കും. എന്നിട്ട് പറയും ഞാൻ എൻ്റെ സാറിനെ കണ്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു എന്ന്. ഇവിടെ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി എന്നുള്ളൊരു പേരിൽ ചീത്ത പേര് കേട്ടിട്ടാണ് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. ഉടനെ തന്നെ സിയുവയാണെങ്കിൽ അവൻ്റെ അച്ഛനടുത്ത് പറയും എനിക്ക് അച്ഛനെ നല്ല വിശ്വാസമാണ്, അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന്. അപ്പോൾ അയാളാണെങ്കിൽ ഇവരുടെ അടുത്ത് സോറി പറയും, എന്നെ കാരണം നിങ്ങളും ഇതൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുന്നില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനയാണ്. ഇന്ന് അവളുടെ എക്സാമിൻ്റെ റിസൾട്ട്സ് ഒക്കെ വരുന്ന ദിവസമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് സിയുവയുടെ കോൾ വരും. അവൻ വിളിച്ചിട്ട് ചോദിക്കും നിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഷിയാൻ പറയും എല്ലാം നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്, എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന്. സത്യത്തിൽ ഇവൾ നല്ല ടയേർഡായിരുന്നു. ഇവൾ അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതും നമ്മളുടെ സിയുവയ്ക്ക് മനസ്സിലാവും ഷിയാൻ ഇപ്പോൾ അത്ര ഓക്കെ അല്ല, അവൾ നല്ല ടയേർഡാണ് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ഷിയാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയായിട്ട് അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ അനിയനെ വഴക്ക് പറയും, ഈ സമയവും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് നിൻ്റെ ചേച്ചിനെ കണ്ട് പഠിച്ചുകൂടെ എന്ന്. ഇവിടെ നമ്മുടെ ഷിയാനാണെങ്കിൽ ഇപ്പോൾ ഏത് സമയവും പഠിത്തമാണ്. അവൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് റൂമിനകത്ത് കയറിപ്പോവും. ഇത് കാണുന്നതും ഷിയാൻ്റെ അമ്മയ്ക്ക് നല്ല ടെൻഷനാവും. അവർ പറയും ഇവളുടെ മെൻ്റൽ ഹെൽത്ത് കൂടി ഇവർക്ക് ശ്രദ്ധിച്ചൂടെ, എന്തിനാ ഇത്രയും ഇരുന്ന് പഠിക്കുന്നേ എന്ന്. എന്നിട്ട് അവരാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയും അവളുടെ അടുത്ത് പോയി സംസാരിക്കണമെന്ന്. ഉടനെ തന്നെ അച്ഛൻ പറയും നിനക്ക് അവളുടെ അടുത്ത് സംസാരിച്ചൂടെ. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിയാൻ്റെ അനിയൻ പറയും എനിക്കൊരു ചെറുക്കനെ അറിയാം, അവൻ പറഞ്ഞാൽ ഷിയാൻ ഉറപ്പായിട്ടും കേൾക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയാൻ ഇരുന്ന് പഠിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ബൈക്കോങ് വരും. ചുരുക്കത്തിൽ പറഞ്ഞ ഷിയാൻ്റെ അനിയൻ പറഞ്ഞ ചെറുക്കൻ വേറെ ആരുമല്ല നമ്മളുടെ ബൈക്കോങ് തന്നെ. അങ്ങനെ അവൻ വന്നിട്ട് ഷിയാനെ കൊണ്ട് പുറത്തോട്ട് പോകും. അവിടെയാണെങ്കിൽ ബൈക്കോങ് ഷിയാൻ്റെ അടുത്ത് പറയും സത്യത്തിൽ ഒരു വർഷം എക്സ്ട്രാ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്, നിന്നെ എന്തായിരുന്നാലും സമ്മതിച്ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഷിയാൻ പറയും എൻ്റെ ക്ലാസ്സിൽ എന്നെക്കാട്ടിയും വലിയ കഷ്ടത്തിൽ കൂടി പോകുന്ന പെൺകൊച്ചുങ്ങളും ഉണ്ട്. അവളാണെങ്കിൽ അവളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് 3 തവണയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ 3 വർഷമായിട്ട് അവളുടെ മാർക്ക് താഴ്ന്നേ അല്ലാണ്ട് കൂടിയിട്ടേ ഇല്ല. ഇത് കേൾക്കുന്നതും ബൈക്കോങ് പറയും നിന്നെ ഇവിടെ ആരും ബ്ലെയിം ചെയ്യത്തില്ല, നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ളതുപോലെ തീരുമാനം എടുക്കാം. അപ്പോൾ ഷിയാൻ പറയും ഇതെല്ലാം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ്, ഞാനിതെല്ലാം ചെയ്യുന്നത് സിയുവയുടെ കൂടെ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ സമയം തന്നെ അവിടെ നമ്മളുടെ സിയുവയും വരും, അതായത് ഷിയാനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മളുടെ ഷിയാനാണെങ്കിൽ ബൈക്കോങ്ങിൻ്റെ അടുത്ത് പറയും എനിക്കറിയാം സിയുവെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റായെന്ന്, അവൻ്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഫ്യൂച്ചറിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലേ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ കൂടെ എന്നെപ്പോലൊരാളെ എന്തിനാ കൂടെ നിൽക്കുന്നേ എന്ന്. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് നല്ല വിഷമമുണ്ട്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ നമ്മളുടെ ഷിയാൻ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ സിയുവയാണെങ്കിൽ ഭയങ്കര അപ്സെറ്റ് ആവും. അവനാണെങ്കിൽ നല്ല വിഷമമാവും. അവൻ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷിയാനെ കാണാണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാനായിട്ട് ഒരുങ്ങും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.